ഹായ് ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബിണ്ടി മസാലയാണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. നമുക്കതൊന്ന് തയ്യാറാക്കി നോക്കാവേ. അതിനുവേണ്ടി ഞാൻ ഒരു വെണ്ടയ്ക്ക ഒരു 3 പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 സവാള അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ വെണ്ടയ്ക്ക ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഡീപ്പ് ഫ്രൈ ആയണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ച ചൊവയും ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ വെണ്ടയ്ക്കയുടെ, അതൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവേ. ഞാനിതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മളുടെ ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. ഒത്തിരി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാൻ മാറ്റിയിട്ട് വേറൊരു പാനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ആ പാനിലേക്ക് തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം സവാള അരിഞ്ഞാട്ടോ ഇട്ട് കൊടുത്തത്. സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴണ്ടതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരാനായിട്ട് ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. സവാള നന്നായിട്ട് വഴണ്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സവാള വഴലത്തില്ല. അപ്പോൾ ഇനി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചായിരുന്നു കേട്ടോ 2 മിനിറ്റ്. അപ്പോഴത്തേന് നന്നായിട്ട് ഈ തക്കാളിയും സവാള എല്ലാം കൂടി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇനി നടുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് പൊടികൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ലേശം ഉലുവാപ്പൊടി, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിനെല്ലാം കൂടി ഇട്ട് പച്ചമണം ഒന്ന് മാറി വരുന്ന സമയം വരെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ടേ. അതൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരാണെങ്കിൽ 1 സ്പൂൺ കഷ്ടി ചേർത്താൽ മതിയാവും. കാരണം തക്കാളിയും കൂടെ ഉള്ളത് കൊണ്ട് നല്ല പുളിയായിപ്പോയാൽ കറിയുടെ ആ ടേസ്റ്റേ മാറും കേട്ടോ. അതുകൊണ്ട് പുളിയില്ലാത്ത തൈരാണെങ്കിൽ 2 സ്പൂണൊക്കെ നമുക്ക് ചേർക്കാവേ. അപ്പോൾ ഈ തൈരിന് ഒട്ടും തന്നെ പുളിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി നമ്മൾ ആ തൈരൊക്കെ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ വെണ്ടയ്ക്കായും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഒരു ലേശം ഗരം മസാലയും കൂടെയാണേ, അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ ആ കറി എത്ര പാകത്തിന് വേണോ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.